Hey guys, welcome back to Juport. Work and Energy എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, ഗുരുത്വാകർഷണത്തിന് എതിരായിട്ടുള്ള പ്രവൃത്തി. എന്താ ഗുരുത്വാകർഷണത്തിന് എതിരായിട്ടുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഏതൊരു ഒബ്ജക്റ്റിനെ എടുത്തു കഴിഞ്ഞാലും ആ ഒബ്ജക്റ്റിനെ എർത്ത് അയാളുടെ സെന്ററിലേക്ക് വലിക്കുന്നുണ്ട്, പുള്ള് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിൽ എർത്ത് ഒരു ഒബ്ജക്റ്റിനെ താഴോട്ടേക്ക് പുള്ള് ചെയ്യുമ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ എർത്തിൽ നിന്നും ഗ്രൗണ്ട് ലെവലിൽ നിന്നും മുകളിലോട്ടേക്ക് ഉയർത്തണമെങ്കിൽ ഗ്രാവിറ്റിക്കെതിരെ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ ഒരു വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചു. W is equal to M into G into H. എന്താ ഈ എമ്മും ജിയും എച്ചും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ മാസാണ്, സംശയമില്ല. ഏതാണോ ഒബ്ജക്റ്റ് എടുക്കുന്നത് ആ ഒബ്ജക്റ്റിന്റെ മാസാണ് നമ്മൾ എം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ത്വരണമാണ്. എന്താ അയാളുടെ ഇക്വേഷൻ? ജി എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എച്ച് എന്ന് പറയുന്നത് നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഹൈറ്റ് ആണ്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? സോ ഏതൊരു ഒബ്ജക്റ്റിനെയും നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്നും മുകളിലോട്ടേക്ക് ഒരു എച്ച് ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ, ഉയർത്തണമെങ്കിൽ ഒരു വർക്ക് ചെയ്യണം. ആ വർക്കിന്റെ ഇക്വേഷൻ W is equal to M into G into H ആണെന്ന് മനസ്സിലാക്കി വെച്ചു. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിക്കൂടെ? ക്വസ്റ്റ്യൻ ഇതാണ്: എ ബാരൽ ഓഫ് മാസ് 50 kilogram ഈസ് ലോഡഡ് ഓൺ ടു എ ലോറി. ദ പ്ലാറ്റ്ഫോം ഓഫ് ലോറി ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 2 meter ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ. സോ ഗ്രൗണ്ട് ലെവലിൽ നിന്നും 2 മീറ്റർ ഹൈറ്റിലിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, ലോറിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഒരു ബാരൽ അല്ലെങ്കിൽ ഒരു വീപ്പ ഉയർത്തി വെക്കണം. എത്രയായി ബാരലിന്റെ മാസ്? ബാരലിന്റെ മാസ് നമുക്ക് തന്നു 50 കിലോഗ്രാം ആണ്, സംശയമില്ല. സോ 50 കിലോഗ്രാം മാസുള്ള ഒരു ബാരലിനെ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഈ എടുത്തിരിക്കുന്ന ലോറിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഉയർത്തി വെക്കണം. അപ്പോൾ ഒരു ഹൈറ്റിലേക്കല്ലേ ഉയർത്തേണ്ടത്? എത്രയാ ഹൈറ്റ്? ഹൈറ്റ് തന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ലെവലിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്കുള്ള ഹൈറ്റ് നമുക്ക് തന്നു, അത് 2 മീറ്റർ ആണ്. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. വേറെ എന്താ തന്നിട്ടുള്ളത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നു, ജി തന്നു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കാൻ പറഞ്ഞു. സോ ജി ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എടുത്തു. എന്താ ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി കണ്ടുപിടിക്കണം. നോക്കണേ, ഇവിടെ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്നും എച്ച് ഹൈറ്റിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ ഉയർത്തി. ഇവിടെ ഒബ്ജക്റ്റ് ഏതാ? വീപ്പയ. സോ 50 കിലോഗ്രാം മാസുള്ള വീപ്പയെ നമ്മൾ 2 മീറ്റർ ഹൈറ്റിലേക്കാണ് ഉയർത്തിയിട്ടുള്ളത്, ലിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. വർക്ക് കണ്ടുപിടിച്ചൂടെ? വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. W is equal to M into G into H ആണ്, ഒരു സംശയവുമില്ല. സോ M into G into Hലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കിട്ടും. എത്രയാ ഒബ്ജക്റ്റിന്റെ മാസ്? ഒബ്ജക്റ്റിന്റെ മാസ് നമുക്കറിയാം, അത് 50 കിലോഗ്രാം ആണ്, സംശയമില്ല. ഓക്കെ, ജി നമ്മളോട് പറഞ്ഞു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുത്തുകൊള്ളാൻ. സോ നമ്മൾ ജി 10 എടുത്തു. എത്ര ഹൈറ്റിലേക്കായി ഒരു ബാരലിനെ വീപ്പയെ ഉയർത്തിയിട്ടുള്ളത്? 2 മീറ്റർ ഹൈറ്റിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 50 into 10 into 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1000 എന്ന് കിട്ടും. വർക്കിന്റെ യൂണിറ്റ് ജൂളാണ്. സോ കിട്ടി. 1000 ജൂൾ വർക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ ഇവിടെ 50 കിലോഗ്രാം മാസിനെ നമുക്ക് 2 മീറ്റർ ഹൈറ്റിലേക്ക് ഉയർത്താൻ പറ്റുകയുള്ളൂ. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? റെഡി ആണോ? സോ എ പാർട്ട് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഇതേ ക്വസ്റ്റ്യന്റെ തന്നെ ബി പാർട്ട് നോക്കണേ. A barrel of mass 50 kilogram. Okay, same question. What is the work done against the force of gravity if it is rolled to a height of 2 meter using an inclined plane of 5 meter? എന്താ? 5 മീറ്റർ നീളമുള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എടുത്തു. 5 മീറ്റർ നീളമുള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതേ വീപ്പയെ മുകളിലോട്ടേക്ക് ഉരുട്ടി കയറ്റുകയാണെന്ന് വിചാരിക്കുക. എന്താ ചെയ്തത്? നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ 2 മീറ്റർ ഹൈറ്റിലേക്ക് നേരെ എന്ത് ചെയ്തു? ഉയർത്തി വെച്ചു. എന്നാൽ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 5 മീറ്റർ ലെങ്ത് ഉള്ള 5 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ വീപ്പയെ ഇവിടെ നിന്നും ഉരുട്ടി കയറ്റുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര വർക്ക് ചെയ്യണം എന്നാ ക്വസ്റ്റ്യൻ. സോ നമ്മൾ നേരെ എന്ത് ചെയ്തു? എച്ച് ഹൈറ്റിലേക്ക്, 2 മീറ്റർ ഹൈറ്റിലേക്ക് ലോറിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി വെച്ചു. എന്നാൽ ഇവിടെ നമ്മളോട് പറഞ്ഞു 5 മീറ്റർ ലെങ്ത് ഉള്ള ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഉരുട്ടിയാണ് നിങ്ങൾ ആ വീപ്പയെ മുകളിലോട്ടേക്ക് ലോറിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള വർക്കാണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അത്തരത്തിലുള്ള വർക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ അറിയാമല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് W is equal to M into G into H ആണ്, ഒരു സംശയവുമില്ല. അക്കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ഈ ഇക്വേഷനകത്ത് H എന്ന് പറഞ്ഞാൽ എന്താ? H എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ? ആ ഹൈറ്റിനെയാണ് H എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഏതൊരു ഒബ്ജക്റ്റിനെയും H മീറ്റർ ഹൈറ്റിലേക്ക് ഉയർത്താൻ വേണ്ട വർക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കണേ, ഇവിടെ ഇയാളെ ഉരുട്ടി കൊണ്ടുപോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ
ഏത് പാത്തിലൂടെ പോയി കഴിഞ്ഞാലും നമുക്കറിയാം എത്ര ഹൈറ്റിലേക്കാണ് ഉയർത്തിയിട്ടുള്ളത്, 2 മീറ്റർ ഹൈറ്റിലേക്കാണ് ഉയർത്തിയിട്ടുള്ളത്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. സോ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ ഉരുട്ടി സ്ലാൻഡഡ് ആയിട്ടുള്ള ഹൈറ്റിലൂടെ കൊണ്ടുപോയാലും ഇനി വേറെ ഏത് വഴിയിലൂടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചാലും ഹൈറ്റ് എത്ര തന്നെയാ, ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ തന്നെയാണ്. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് നേരത്തെ അതേ വാല്യൂ തന്നെ കിട്ടും. 50 × 10 × 2 എടുത്താൽ നമുക്ക് 1000 ജൂൾ എന്ന് തന്നെ കിട്ടും. സോ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളിലേക്ക് ഏത് വഴിയിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 1000 ജൂൾ തന്നെയായിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? റെഡിയാണ്. സോ സി പാർട്ട് നോക്കാം. ഡസ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് പാത്ത് ഓഫ് മോഷൻ. എന്താ ക്വസ്റ്റ്യൻ? ഗുരുത്വാകർഷണ ബലത്തിനെതിരെ വീപ്പയിൽ ചെയ്ത പ്രവൃത്തി സഞ്ചാരപാതയെ ആശ്രയിക്കുന്നുണ്ടോ? സഞ്ചാരപാതയെ ആശ്രയിക്കുന്നുണ്ടോ? ഇല്ല 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 എന്ന് നമുക്ക് ഉത്തരം എഴുതി വെക്കാം. എന്തുകൊണ്ട് ഇല്ല? വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഏതൊരു ഒബ്ജക്റ്റിനെയും h മീറ്റർ ഹൈറ്റിലേക്ക് ഉയർത്താനുള്ള പ്രവൃത്തിയാണ് നമ്മൾ W=m×gh എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഒബ്ജക്റ്റിനെ ഏത് വഴിയിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാലും h ഹൈറ്റിലേക്ക് 2 മീറ്റർ ഹൈറ്റിലേക്കാണ് ഉയർത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കാം. സോ നമ്മൾ അവിടെ ഹൈറ്റിൽ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 5 ആണോ? അല്ല, 2 മീറ്റർ ഹൈറ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ മനസ്സിലാക്കി വെക്കാം. നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിന്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പാതയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സഞ്ചാരപാതയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി വെക്കാം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? താങ്ക് യു ഗൈസ്.